തൃശ്ശൂരിൽ നടക്കുന്ന യുവമോർച്ച മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കളക്ടറേറ്റ് മാർച്ചാണ്. ജലപീരങ്കി പ്രയോഗിക്കുന്നു പ്രവർത്തകർക്ക് നേരെ. പ്രവർത്തകർ കിടന്ന് പ്രതിഷേധിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയിലുള്ള പ്രതിഷേധമാണ്. ജേസൺ ചാവളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, ഇപ്പോൾ കളക്ടറേറ്റിലേക്കുള്ള യുവമോർച്ചയുടെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങുകയാണോ? സ്മൃതി, അല്പം മുമ്പാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ തൃശൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് ആരംഭിച്ചത്. മാർച്ച് കളക്ടറേറ്റിന് മുൻപ് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോഴും പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം തുടരുക തന്നെയാണ്. ഇപ്പോൾ ജലപീരങ്കി ഉപയോഗം തൽക്കാലം പോലീസ് നിർത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം വീണ്ടും തുടരുക തന്നെ. കോൺഗ്രസും CPM ചേർന്ന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയെന്നതാണ് പ്രധാനമായും യുവമോർച്ച ആരോപിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നും മാർച്ച് ആരംഭിച്ചത്. കളക്ടറേറ്റിന് മുമ്പിലേക്കായിരുന്നു മാർച്ച് അല്പം മുമ്പാണ് തൃശൂർ കളക്ടറേറ്റിന്റെ പ്രധാന കവാടത്തിലെത്തിയപ്പോൾ ബാരിക്കേഡ് വെച്ച് തടഞ്ഞത്. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിക്കുന്നതിനിടെ തുടർച്ചയായി ജലപീരങ്കി ഉപയോഗിക്കായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം തുടരുക തന്നെയാണ്. ജലപീരങ്കി ഉപയോഗം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പോലീസ് നേരത്തെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. നിയമസഭ നടക്കുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമായും പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്കുള്ള മാർച്ച് സംഘടിപ്പിച്ചത്. പടിഞ്ഞാറേക്കോട്ട പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചാണ് ഇപ്പോൾ തൃശൂർ കളക്ടറേറ്റിന് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ജലപീരങ്കിയുടെ ആദ്യഘട്ട ജലപീരങ്കി ഉപയോഗം കഴിഞ്ഞു. എങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല. മാത്രമല്ല, ഇപ്പോൾ തൃശൂർ കളക്ടറേറ്റിന് മുമ്പിൽ തയ്യാറാക്കിയിരിക്കുന്ന ബാരിക്കേഡ് ഏതാണ്ട് തകർക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. പ്രവർത്തകർ വലിയ തോതിൽ സംഘടിച്ചുകൊണ്ട് ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം തുടരുക തന്നെയാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. അതേസമയം പോലീസും സുരക്ഷാ ക്രമീകരണങ്ങളുമായി കളക്ടറേറ്റിന് മുമ്പിൽ സജ്ജരായി നിൽക്കുകയാണ്. പല തവണ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം നടത്തിയിട്ടും പൂർണ്ണമായി തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും ജലപീരങ്കി ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് യുവമോർച്ചയുടെ തീരുമാനം. കോൺഗ്രസിന്റെയും CPMന്റെയും നേതൃത്വത്തിൽ ശബരിമലയിലെ സ്വർണം കൊള്ള നടത്തി എന്നതാണ് പ്രധാനമായും ആരോപിക്കുന്നത്. നേരത്തെ CPMനെതിരെ മാത്രമായിട്ട് സമരമെങ്കിൽ ഇപ്പോൾ BJPയും യുവമോർച്ചയും അത് കോൺഗ്രസിലേക്ക് കൂടി തിരിക്കുന്നു. പുതിയ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ, പുതിയ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് കൂടിയും ഈ കവർച്ചയിൽ പങ്കുണ്ടെന്നാണ് പ്രധാനമായും BJPയും യുവമോർച്ചയും ആരംഭിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നതും. സ്മൃതി, സംഘർഷ സാഹചര്യമാണ്. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ശ്രമം തുടരുന്നു. കൊടിയെറിയുന്നുണ്ട് പോലീസ് നേർക്ക് പ്രവർത്തകർ. സ്വർണ്ണക്കൊള്ളയിലുള്ള യുവമോർച്ചയുടെ പ്രതിഷേധമാണ് തൃശ്ശൂരിൽ കളക്ടറേറ്റിന് മുന്നിൽ ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ദൃശ്യത്തിൽ കാണാം. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ രണ്ടാം ഘട്ടത്തിൽ വീണ്ടും ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തി അപ്പോഴാണ് വീണ്ടും ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. അവർ ഇപ്പോഴും ഇവിടെ തമ്പടിച്ച് നിൽക്കുക തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ വലിയ തോതിലുള്ള ജലപീരങ്കി ഉപയോഗം നടത്തി. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും തമ്പടിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക് പോയാൽ ജലപീരങ്കി ഉപയോഗം തുടരുക തന്നെയാണ്. പക്ഷേ അതേസമയം സമരം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യുവമോർച്ച പ്രവർത്തകർ ജലപീരങ്കി ഉപയോഗത്തിന് മുമ്പിലും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ
ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം നടക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. പ്രവർത്തകർ ജലപീരങ്കി ഉപയോഗത്തിൽ തെറിച്ചു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാനാകും. സമരം ശക്തമാക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ യുവമോർച്ച തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ ജലപീരങ്കി ഉപയോഗം നടന്നു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല. പിന്നീട് ജലപീരങ്കി പ്രയോഗം നിർത്തി ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം ഉണ്ടായി. അതിനുശേഷം വീണ്ടും പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പ്രവർത്തകർ കൊടിയും മറ്റു വടികളൊക്കെ പോലീസിന് നേരെ വലിച്ചെറിയുന്നുണ്ട്. ബാരിക്കേഡിൽ പിടിച്ചുകൊണ്ട് പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ ജലപീരങ്കി പ്രയോഗത്തെ പ്രതിരോധിക്കുകയാണ് ഇപ്പോൾ പ്രവർത്തകർ ചെയ്യുന്നത്. തൃശ്ശൂർ കളക്ട്രേറ്റിന് മുമ്പിൽ സംഘർഷാവസ്ഥ തുടരുക തന്നെയാണ്. കോൺഗ്രസും CPM-ഉം ചേർന്ന് ശബരിമലയിലെ സ്വർണം കൊള്ള നടത്തുന്നതാണ് പ്രധാനമായും ഈ പ്രതിഷേധ സമരത്തിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനമായും യുവമോർച്ച പ്രവർത്തകർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ അല്പം മുമ്പ് തൃശ്ശൂർ പടിഞ്ഞാറേക്കോട്ട പരിസരത്തു നിന്നും മാർച്ച് തൃശ്ശൂർ കളക്ട്രേറ്റിലേക്ക് വരുന്നത്. അതിനുശേഷം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ആ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമമുണ്ടായി. ഇപ്പോൾ നമുക്ക് അതിനുശേഷം ആദ്യഘട്ടത്തിൽ പോലീസ് ഇവർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചു. വീണ്ടും പ്രവർത്തകർ ഇപ്പോൾ ജലപീരങ്കി ഉപയോഗം അവസാനിച്ചു. വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡിന് മുമ്പിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. സ്മൃതി, സമരം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് യുവമോർച്ച പ്രവർത്തകർ നൽകുന്ന സന്ദേശം. വീണ്ടും ബാരിക്കേഡ് തകർക്കാനായിട്ടുള്ള ശ്രമം വീണ്ടും പ്രവർത്തകർ നടത്തുന്നത് നമുക്ക് കാണാനാകും. വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളാണ് കഴിഞ്ഞ ഏതാനും മിനിറ്റുകളായി തൃശ്ശൂർ കളക്ട്രേറ്റ് മുമ്പിൽ കണ്ടുവരുന്നത്. കൂടുതൽ ആവേശത്തോടും ഊർജ്ജത്തോടും കൂടി ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം ഇപ്പോൾ പ്രവർത്തകർ നടത്തുകയാണ്. 2 ഘട്ടങ്ങളായി ജലപീരങ്കി പ്രയോഗം നടന്നു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല. പ്രവർത്തകരിൽ പലരും ജലപീരങ്കി പ്രയോഗത്തിൽ താഴെ തെറിച്ചു വീഴുന്ന സ്ഥിതിയുണ്ടായി. പലർക്കും ചെറിയ തോതിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. എങ്കിൽ പിരിഞ്ഞു പോകാതെ അവർ ഇപ്പോഴും കളക്ട്രേറ്റ് മുമ്പിൽ തമ്പടിച്ചിരിക്കുകയാണ്. സ്മൃതി, യുവമോർച്ചയുടെ പ്രതിഷേധമാണ്. തൃശ്ശൂർ കളക്ട്രേറ്റിന് മുന്നിൽ പലതവണ ജലപീരങ്കി പ്രയോഗമുണ്ടായി. പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. വിഷ്ണു ഇരിക്കാൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വിഷ്ണു വഞ്ചിമേലെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ മാർച്ചിൽ എവിടെ എത്തിയിട്ടുള്ള യുവമോർച്ചയുടെ പ്രതിഷേധമാണ് തൃശ്ശൂർ കളക്ട്രേറ്റിന് മുന്നിൽ